കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് PMC ആയി ബന്ധപ്പെട്ട് ഒരു നയാ പൈസ കേരള സംസ്ഥാനത്തിന് കൊടുത്തിട്ടില്ല എന്ന് ആധികാരികമായി ഇന്നലെ പാർലമെൻറ്റിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രമന്ത്രി. അതേസമയം മുമ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആദ്യം ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ഒപ്പിടാൻ പോയ സന്ദർഭം അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു വിശദീകരിച്ചു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയിരുന്നില്ല. മാത്രവുമല്ല, ആദ്യത്തെ ഉണ്ടാക്കിയ ധാരണ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയെല്ലാം ഇടപെട്ട് കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അത് അവർക്ക് ലഭിച്ചിരുന്നു എന്ന കാര്യം അവർ അംഗീകരിക്കുകയും ചെയ്തു. അപ്പം അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്ന കാര്യം ശരിയല്ല. ഇതിൽ നിന്ന് ഒരു രൂപ പോലും PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയിരുന്നില്ല. അതേസമയം അന്ന് ഞങ്ങൾ വന്നാൽ ഇത് നടപ്പിലാക്കില്ലെന്നും ഈ പ്രോജക്റ്റ് തന്നെ അറബിക്കടലിൽ പിച്ച് ചീന്തുമെന്നുമെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നവരാണ് ഇന്ന് യഥാർത്ഥത്തിൽ മന്ത്രിസഭാ അംഗമായും മുഖ്യമന്ത്രിയുമായും എല്ലാം വന്നിട്ടുള്ളത്. അപ്പം അത്തരം ആളുകൾ അന്നതിനെ കടുത്ത വിമർശനത്തിൻ്റെ ഭാഷയിൽ കൊണ്ടുവന്നവരും ഞങ്ങൾ വന്നാൽ നടപ്പിലാക്കില്ലെന്നും പറഞ്ഞവർ ഇന്ന് യഥാർത്ഥത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ വെച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമ്പോൾ ആ ഉപസമിതി വെച്ചിരിക്കുന്നത് നടപ്പാക്കാതിരിക്കാനല്ല, നടപ്പാക്കുമ്പോൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് മാത്രം ആലോചിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അന്ന് ഇതിനു വേണ്ടി അറബിക്കടലിൽ പായിക്കുമെന്ന് പറഞ്ഞവരും പിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നവരും നടപ്പാക്കില്ലെന്ന് പറഞ്ഞവരും എല്ലാം ഒത്തുചേർന്ന് ഇന്നൊരേ സ്വരത്തിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്ന ഉള്ളടക്കമാണ് ഇതിനോടകം വ്യക്തമാകുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന് പറയുക, ഭരണപക്ഷത്ത് വരുമ്പോൾ മറ്റൊന്ന് നടപ്പാക്കുക. അത് ഏറ്റവും വലിയ രൂപത്തിൽ ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ ഈ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. PMCയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് മുസ്ലിം ലീഗാണ്. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിന് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായത്തിലെത്താൻ, ഒരു അഭിപ്രായം പോലും മാധ്യമങ്ങളിൽ ക്ലാരിറ്റിയോടെ പറയാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നുണ്ടോ? കൃത്യമായി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം തന്നെ തകർന്നിരിക്കുന്നു. അവർ PMC ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ തങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താൻ ഏറ്റവും വീറോടും വാശിയോടും കൂടി പ്രസംഗിച്ചയാളാണ് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീമാൻ ഷാജി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളത് അറബിക്കടലിൽ പിച്ചു ചീന്തി എറിയും എന്നായിരുന്നു ആവേശത്തോടു കൂടി വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചിരുന്നത്. അങ്ങനെ ആവേശത്തോടുകൂടി പ്രസംഗിച്ചിരുന്ന അദ്ദേഹം തന്നെ ഇപ്പോൾ അതിന് പരവതാനി വിളിച്ചത് നടപ്പാക്കണം എന്ന രൂപത്തിലേക്ക് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് സ്വാഗതം ചെയ്യുന്ന സ്ഥിതിവിശേഷം കാണുകയാണ്. അന്നതിനെ എതിർത്തിരുന്ന മുസ്ലിം ലീഗിലെ വിവിധ നേതാക്കന്മാർക്ക് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ചോദ്യത്തിന് മറുപടിയില്ലാതെ വരുന്ന രൂപത്തിലേക്കും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലീഗിനുള്ളിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ട് സമരം ചെയ്തിരുന്ന ഒട്ടനവധി അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളിലെ പ്രവർത്തകന്മാരുൾപ്പെടെ ഇന്ന് അവരുടെ ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുന്നു. എന്തിനാണ് ഞങ്ങളെ തെരുവിലിറക്കിയത്? എന്തിനാണ് PMC ആയി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങളെ തെരുവിലിറക്കി തല്ലുകൊള്ളിച്ചത്? നിങ്ങളിത് രൂപത്തിൽ നടപ്പാക്കാനായിരുന്നുവെങ്കിൽ അന്നേ ഈ കാര്യത്തിന് മറ്റൊരു രൂപത്തിൽ നിലപാടെടുക്കാമായിരുന്നില്ലേ? ആ ചോദ്യത്തിന് ഇന്ന് ലീഗിൻ്റെ നേതൃത്വത്തിന് മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ലീഗ് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവ് അന്ന് ഇത് നടപ്പാക്കുന്നതിനെതിരെ ശക്തമായി ഘോരഘോരം പ്രസംഗിച്ചിരുന്ന അദ്ദേഹം തന്നെ ഉപസമിതി വെച്ച് നടപ്പാക്കാം എങ്ങനെ എന്ന് ആലോചിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്റിനെക്കുറിച്ച് ഉന്നയിച്ച ആക്ഷേപം അസ്ഥാനത്താണ് എന്ന് പാർലമെൻറ്റിൽ കിട്ടിയ മറുപടി കൃത്യമായി ഇന്ന് വെളിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു രൂപ പോലും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല എന്ന കാര്യം അന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഗവൺമെൻറ് ആധികാരികമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ഉള്ളടക്കമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ.